Question paper revision, 5th chapter, laws of motion. Using Newton's second law of motion, derive expression for force. Second law ഉപയോഗിച്ചിട്ട് ഫോഴ്സിനുള്ള ഡെറിവേഷൻ. സെക്കൻഡ് ലോ പ്രകാരം നമുക്കറിയാം F is equal to dp by dt ആണ്. പിക്ക് പകരം നമ്മൾ എന്ത് കൊടുത്തു, mv കൊടുത്തു. അപ്പോൾ m into dv by dt. dv by dt ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ്. അത് a ആക്സലറേഷൻ ഈക്വൽ ആണ്. സോ F is equal to ma. അടുത്തത്, a circular rod of radius 300 meter is banked at an angle 15 degree. അപ്പോൾ റേഡിയസ് തന്നിട്ടുണ്ട്, ആംഗിൾ തന്നിട്ടുണ്ട്. കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ ബിറ്റ്വീൻ വീൽ ആൻഡ് ദ കാർ, വീൽ ഓഫ് എ കാർ ആൻഡ് ദ റോഡ് ഈസ് 0.2. അപ്പോൾ കോയിഫിഷ്യൻ്റ് ഓഫ് ഫ്രിക്ഷൻ തന്നിട്ടുണ്ട്. വാട്ട് ഈസ് ഒപ്റ്റിമം സ്പീഡ് ഓഫ് കാർ? ഒപ്റ്റിമം സ്പീഡ് ഓഫ് കാർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ് ഒപ്റ്റിമം സ്പീഡ്? v is equal to root of rg tan theta ആണ്. ബാങ്കിങ് ഓഫ് റോഡ്സിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഫ്രിക്ഷൻ്റെ കാര്യമൊക്കെ വെറുതെ തന്നാണ്. നമ്മൾ അതിന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആറിൻ്റെ വാല്യൂ 300 ആണ് തന്നിട്ടുണ്ട്. g 9.8 ഇവിടെ തന്നിട്ടുണ്ട്. ടാൻ 50 ആണ്, 15 ഡിഗ്രിയാണ്. നമ്മൾ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 28 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി. അടുത്തത്, സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം. The law states that if no external force acts on the system, total linear momentum is a constant. നമുക്കറിയുന്നതാണ്. അടുത്തത്, സർക്കുലർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിലുള്ള കാറിനെ കാണിച്ചിരിക്കുന്നു. റൈറ്റ് ദ നെയിം ഓഫ് ഫോഴ്സസ് എ ബി സി ആൻഡ് ഡി ഇൻ ദ ഫിഗർ. ഫിഗറിലുള്ള ഈ എ ബി സി ഡി അടയാളപ്പെടുത്തിയിട്ടുള്ളത് ഏതൊക്കെ ഫോഴ്സസ് ആണെന്നുള്ളതാണ്. എ എന്ന് പറഞ്ഞാൽ നോർമൽ റിയാക്ഷൻ ആണ്. നമ്മൾ വരച്ച ചിത്രത്തിൽ ആർ എന്നാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇനി ബി എന്ന് പറയുന്നത് നേരെ താഴത്തേക്കാണ് വരുന്നത്, വെയിറ്റ് ആണ് വരുന്നത്, mg. അതുപോലെ തന്നെ സി എന്ന് പറയുന്നത് സെൻട്രിപെറ്റൽ ഫോഴ്സിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡി എന്ന് പറയുന്നത് ഇതിനെയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അടുത്തത്, റൈറ്റ് ദ ഇക്വേഷൻ വിച്ച് ഇക്വേറ്റ് ഫോഴ്സ് ഓൺ എ കാർ എലോങ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ഡയറക്ഷൻ. ഹൊറിസോണ്ടലും വെർട്ടിക്കൽ ഡയറക്ഷനിലുള്ള ഇക്വേറ്റ് ചെയ്യുന്ന ഫോഴ്സസിൻ്റെ ഇക്വേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ അപ്പോൾ നേരത്തെ ആ ഫിഗർ നമ്മൾ ഒരിക്കൽ കൂടി വരയ്ക്കുന്നു. അപ്പോൾ നമ്മളുടേതായ രീതിയിൽ അതിനെ വരച്ചു. അപ്പോൾ ഇവിടെ നോക്കുക, ഹൊറിസോണ്ടലായിട്ട് വരുന്നത് ഇവിടെ ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ സെൻട്രിപെറ്റൽ ഫോഴ്സ് എം വി സ്ക്വയർ ബൈ ആറിന് ഈക്വൽ ആണ്. ഇനി വെർട്ടിക്കൽ ആവുന്ന സമയത്ത് നമുക്കറിയാം ആർ കോസ് തീറ്റ എന്തിന് ഈക്വൽ ആണ്? എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റയ്ക്ക് ഈക്വൽ ആണ്. ആർ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് എസ് സൈൻ തീറ്റ. അടുത്ത് നോക്കുക, സ്റ്റേറ്റ് ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനെ എന്തെന്ന് വിളിക്കാറുണ്ട്? ലോസ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് വിളിക്കാറുണ്ട്. അതിൽ ഒന്നാമത്തെ ലോ ആണ്, ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ഏരിയ ഓഫ് സർഫസസ് ഇൻ കോണ്ടാക്ട്. രണ്ടാമത്തത് എഫ് എസ് പ്രൊപ്പോർഷണൽ ടു ആർ. സോ വി ക്യാൻ റൈറ്റ് എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ. ഇതിൽ മ്യൂ എസ് എന്ന കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ആർ എന്ന് പറയുന്നത് എന്താണ്? നോർമൽ റിയാക്ഷൻ. ഇനി ദ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കംസ് ഇൻ ടു പ്ലേ അറ്റ് ദ moment of force is applied. Write the relation between static friction and normal reaction. Static friction and normal reaction നമ്മൾ റിലേഷൻ എഴുതാനാണ്. നമുക്കറിയാം എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ ആണ്. അതാണ് ആ റിലേഷൻ. എഫ് എസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, മ്യൂ എസ് കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. ആർ എന്ന് പറയുന്നത് നോർമൽ റിയാക്ഷൻ ആണ്. അടുത്തത്, ഡിറ്റർമിൻ ദ മാക്സിമം ആക്സിലറേഷൻ ഓഫ് എ ട്രെയിൻ ഇൻ വിച്ച് ബോക്സ് ലൈയിങ് ഓൺ ഇറ്റ്സ് ഫ്ലോർ വിൽ റിമെയിൻ സ്റ്റേഷനറി ഗിവൺ കോയിഫിഷ്യൻ്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ബിറ്റ്വീൻ the box and the train floor is 0.15. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു ട്രെയിന് മാക്സിമം എത്ര ആക്സലറേഷനിൽ മൂവ് ചെയ്യാം, അതിൻ്റെ നിലത്ത് കിടക്കുന്ന ബോക്സ് അതേപോലെ കിടക്കുന്ന രീതിയിൽ. അതിൽ കൂടുതൽ സ്പീഡിൽ പോകുമ്പോൾ ബോക്സ് ചിലപ്പോൾ സ്കിഡ് ചെയ്ത് പോകാം. അപ്പോൾ മാക്സിമം ആക്സലറേഷൻ ഏതാണെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ലോസ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷനുള്ള ഇക്വേഷൻ എടുക്കുന്നു. എഫ് എസ് ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ. ഇതിൽ എഫ് എസിന് പകരം നമ്മൾ എം എ കൊടുക്കുന്നു, ആറിന് പകരം നമ്മൾ എം ജി കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എന്തായിട്ട് എം എ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എം ജി. എമ്മും കട്ട് ചെയ്തു. അപ്പം എ ഈസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ജി. നമുക്ക് എ ആണ് കാണേണ്ടത്. മ്യൂ എസിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.15 ആണ്. ജിയുടെ വാല്യൂ നമുക്കറിയാം 9.8 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? 1.47 ആണ്. ആക്സലറേഷൻ ആകുമ്പോൾ എൻ്റെ യൂണിറ്റ് ഏതാണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അടുത്തത്, എ ലാർജ് ഫോഴ്സ് ആക്ട്സ് ഫോർ എ ഷോർട്ട് interval of time is called impulsive force. What is the SI unit of impulse? Impulseന്റെ SI യൂണിറ്റ് എന്താണെന്ന്? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ടു ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ മൂവ്മെൻ്റ് ആണ് നമുക്കറിയാം. അപ്പോൾ പിന്നെ ചേഞ്ച് ഇൻ മൂവ്മെൻ്റ് ആണെങ്കിൽ കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. എഫ് ടി ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ന്യൂട്ടൺ സെക്കൻഡ്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി ആൻസർ ആയിട്ട്.
അടുത്ത നോക്കുക, 2 billiards balls, each of mass 0.05 kilogram, moving in opposite directions with a speed of 6 meters per second, collide and rebound with same speed. What is the impulse imparted to each ball due to the other? അപ്പോൾ 2 ബില്ലിയാർഡ് ബോൾസ് അതിൻ്റെ മാസ് തന്നിട്ടുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നു, വെലോസിറ്റി തന്നിട്ടുണ്ട്, അവർ കൊളൈഡ് ചെയ്യുന്നു, കൂട്ടിമുട്ടിയതിനു ശേഷം തിരിച്ചു പോകുന്നു. അപ്പോൾ ഉണ്ടാവുന്ന ഇമ്പൾസ് എത്രയാണ് വരുന്നതെന്ന്, ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ചേഞ്ച് ഇൻ മൊമെൻ്റ് ആണ്. ഇപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻ്റ് ആവുന്ന സമയത്ത് മാസിൻ്റെ വെലോസിറ്റിയിൽ ഉണ്ടാവുന്ന ചേഞ്ചാണ് V1 - V2. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം, ഇമ്പൾസ് കാണാൻ വേണ്ടിയിട്ട് മാസ് തന്നിട്ടുണ്ട്, ഓരോന്നിൻ്റെയും മാസ് എത്രയാണ് 0.5, അത് അതുപോലെ എഴുതി, ഇൻറ്റു V1 - V2 ആണ്. അപ്പോൾ രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്, രണ്ടിൻ്റെയും വെലോസിറ്റി 6 meter per second ആണ്. അപ്പോൾ 6 meter per second മൈനസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നുണ്ട്, രണ്ടാമത്തെ വെലോസിറ്റി നെഗറ്റീവ് സൈൻ ആയിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവായി, അപ്പോൾ 0.05 × 12 കിട്ടി. അപ്പോൾ നമുക്ക് എന്താണ് 0.6 kg/m/s. അതാണ് ഇമ്പൾസ്. അടുത്തത്, എ ലൈറ്റ് ബുള്ളറ്റ് ഈസ് ഫയർഡ് ഫ്രം എ ഹെവി ഗൺ, ചൂസ് ദ കറക്റ്റ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് റീകോയിൽ ഓഫ് ഗണ്ണ്, അതിൻ്റെ എക്സാമ്പിളാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൂവ്മെൻ്റ് ആണ് ഇവിടെ വരുന്നത്. ഇനി ഇതിൽ ഏതാണ് കറക്റ്റ്? സ്പീഡ് ഓഫ് ദി ഗൺ ആൻഡ് ബുള്ളറ്റ് ആർ ഈക്വൽ, ഗണ്ണിൻ്റെയും ബുള്ളറ്റിൻ്റെയും സ്പീഡ് ഈക്വൽ ആയിരിക്കുന്നു. മൂവ്മെൻറ്റ് ഓഫ് ബുള്ളറ്റ് ആൻഡ് ഗൺ ആർ ഈക്വൽ ഇൻ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഇൻ ഡയറക്ഷൻ. ഈ രണ്ടാമത്തെ കേസാണ് ശരിയാവുക, കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മൊമെൻറ്റം ഈക്വൽ ആയിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ബാക്കിയുള്ളത് നമ്മൾ വായിച്ച് നോക്കിയിട്ട് മനസ്സിലാക്കാം. ബൈ യൂസിങ് എ സ്യൂട്ടബിൾ കൺസർവേഷൻ ലോ ഇൻ ഫിസിക്സ് പ്രൂവ് യുവർ എബോ ആൻസർ. അപ്പോൾ ഇതിൽ ഏത് കൺസർവേഷൻ ലോ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം ആണ്. അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യുന്നു. എന്താണത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം സ്റ്റേറ്റ്സ് ദാറ്റ് ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം, ടോട്ടൽ ലീനിയർ മൊമെൻറ്റം ഈസ് എ കോൺസ്റ്റന്റ്. ഇനി ആ ഗണ്ണിൻ്റെ റീകോയിൽ ഓഫ് ഗണ്ണിൽ നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ട് എക്സ്പ്ലനേഷൻ ആണ്, ബിഫോർ ഫയറിംഗ് ബുള്ളറ്റും ഗണ്ണും എന്തിലാണ്? റെസ്റ്റിലാണ്. സോ ടോട്ടൽ മൊമെൻറ്റം ബിഫോർ ഫയറിംഗ് ഈസ് 0. അപ്പോൾ മൊമെൻറ്റത്തിന് മുമ്പ് ടോട്ടൽ മൊമെൻറ്റം, ഫയറിങ്ങിന് മുമ്പ് ടോട്ടൽ മൊമെൻറ്റം 0 ആയിരിക്കും. ആഫ്റ്റർ ഫയറിംഗ് ബുള്ളറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? മൂവ്സ് ഫോർവേഡ്. ടു കൺസേർവ് ഫോർവേഡ് മൊമെൻറ്റം കൺസേർവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗണ്ണിന് എന്ത് ചെയ്യണം? ബാക്ക്വേർഡിലേക്ക് മൂവ് ചെയ്യണം. സോ വി ക്യാൻ റൈറ്റ് mv + mv = 0. അടുത്ത നോക്കുക, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. പിന്നെ കൈനറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡു നോട്ട്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ ആൻഡ് കൈനറ്റിക് ഫ്രിക്ഷൻ ഡു നോട്ട്. ബോത്ത് കൈനറ്റിക് ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ ഏരിയ. നമ്മൾ രണ്ടിൻ്റെയും ലോസിൽ പഠിക്കുന്നുണ്ട്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും കൈനറ്റിക് ഫ്രിക്ഷൻ ആണെങ്കിലും ഏതാണ്? ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയയാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് ചോയ്സ് ആണ് ശരി. ബോത്ത് കൈനറ്റിക് ഫ്രിക്ഷൻ ആൻഡ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആർ ഇൻഡിപെൻഡന്റ് ഓഫ് ഏരിയ ഓഫ് കോണ്ടാക്ട്. അടുത്തത് നോക്കുക, എ മാസ് റെസ്റ്റ് ഓൺ എ ഹൊറിസോണ്ടൽ പ്ലെയിൻ. The plane is gradually inclined until an angle theta with the horizontal, then mass just begins to slide. Show that coefficient of static friction between block and surface is equal to tan theta. അപ്പോൾ tan theta is equal to μs എന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നമ്മളെ ഫിഗർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ഇവിടെ നമ്മളൊരു ബോഡി വെച്ചിരിക്കുന്നു ഒരു ഇൻക്ലൈൻഡ് പ്ലെയിനിൽ. അപ്പോൾ mg നേരെ താഴത്തേക്കാണ്, ഇങ്ങോട്ടുള്ളത് r ആണ്, നോർമൽ റിയാക്ഷൻ ആണ് ഈ വാല്യൂ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം mg sin θ എന്തിന് ഈക്വൽ ആണ്? fs ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈ mg cos θ ഇങ്ങോട്ടുള്ള ഈ വാല്യൂ ഇത് എത്രയാണ്? r ആണെന്ന് നമുക്കറിയാം, r ഈക്വൽ ആണ്. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ mg sin θ ബൈ mg cos θ, mg കട്ട് ചെയ്തു, sin θ ബൈ cos θ tan θ ആണ്, fs/r μs ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? tan θ is equal to μs. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ നമ്മൾ ചോദ്യം വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം, അതൊന്ന് ശ്രദ്ധിക്കുക. അടുത്ത നോക്കുക, ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ടോട്ടൽ മൊമെൻറ്റം ഓഫ് എ സിസ്റ്റം ഓഫ് മെനി പാർട്ടിക്കിൾ സിസ്റ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു ഡാഷ് ഓൺ ദ സിസ്റ്റം. ഇപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റ് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്? എക്സ്റ്റേണൽ ഫോഴ്സിന് സം ഓഫ് ദി ഇന്റേണൽ ഫോഴ്സിന്. നമുക്കറിയാം എക്സ്റ്റേണൽ ഫോഴ്സിനാണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഇവിടെ ഏതാണ്? എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്. അടുത്തത്, ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിങ് റോഡ്സ് ആർ ബാങ്ക്ഡ് അറ്റ് കർവ്സ്. അപ്പോൾ ടു റെഡ്യൂസ് ഫ്രിക്ഷൻ ആൻഡ് ആക്സിഡന്റ് ബൈ സ്കിഡിങ്
റോഡ്സ് ആർ ബാങ്ക്ഡ് അറ്റ് കർവ്സ്. അപ്പോൾ കർവുകളിൽ റോഡിനെ ബാങ്ക് ചെയ്തിട്ടുണ്ട്. വാട്ട് ഈസ് മീൻ ബൈ ബാങ്കിങ് ഓഫ് റോഡ്സ്? എന്താണ് ബാങ്കിങ് ഓഫ് റോഡ്സ്? ഇൻ കർവ്ഡ് റോഡ്സ് ടു അവോയ്ഡ് സ്കിഡിങ് ഔട്ടർ പാർട്ട് ഈസ് ലിറ്റിൽ റൈസ്ഡ് അബവ് ദ ഇന്നർ വൺ. കർവ്ഡ് റോഡിൽ സ്കിഡിങ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഔട്ടർ പാർട്ട് കുറച്ച് ഉയർത്തിയിട്ടുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ബാങ്കിങ് ഓഫ് റോഡ്സ്. Sketch the schematic diagram of a vehicle on a banked road with friction and mark various forces. അപ്പോൾ എന്ത് ചെയ്യുക എന്നാൽ ആ ബാങ്ക് റോഡിൻ്റെ ഫിഗർ വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ വേരിയസ് ഫോഴ്സസ് നമ്മൾ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ചോദ്യം ഏതാണ്? ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് എ വെഹിക്കിൾ ഓൺ എ ബാങ്ക് റോഡ് വിത്ത് ഫ്രിക്ഷൻ. ഫ്രിക്ഷൻ ഉള്ളപ്പോൾ ആ മാക്സിമം സേഫ് സ്പീഡിൻ്റെ ഡെറിവേഷൻ. അപ്പോൾ ആദ്യം നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുന്ന സമയത്ത് ഈ ഫിഗർ നേരത്തെ നമ്മൾ കണ്ടതാണ്. നമ്മൾ അതിൻ്റെ ഡെറിവേഷനാണ്. നമുക്കറിയാം ആർ സൈൻ തീറ്റ പ്ലസ് എഫ് എസ് കോസ് തീറ്റ എം വി സ്ക്വയർ ബൈ ആറിന് ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ നമുക്ക് എഴുതാം ആർ കോസ് തീറ്റ മൈനസ് എഫ് എസ് സൈൻ തീറ്റ എം ജിക്ക് ഈക്വൽ ആണ്. രണ്ടും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾ അടുത്ത ടേമിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഓരോ ടേമിനെയും ആർ കോസ് തീറ്റ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുന്നത്? ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ജി. ഇതിൽ നിന്ന് നമ്മുടെ വിയുടെ വാല്യൂ കിട്ടി. വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ എസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂ എസ് ടാൻ തീറ്റ. അപ്പോൾ ആ ബാങ്കിങ് ഓഫ് റോഡ്സിൻ്റെ ഡെറിവേഷനാണ്. നിരവധി തവണ ഈ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത് നോക്കുക. ഗൺ മൂവ്സ് ബാക്ക്വേർഡ് വൈൽ ഷോട്ട് ഈസ് ഫയർഡ് ഫ്രം എ ഗൺ. നമ്മളെ റീകോയിൽ ഓഫ് ഗൺ ആണ്. ചൂസ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. താഴെ കൊടുത്തിരിക്കുന്ന ഏതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? മൂവ്മെന്റ് ഓഫ് ഗൺ ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് ഷോട്ട്. Moment occurred by gun and shot have same magnitude. Gun and shot occur same amount of kinetic energy. അപ്പോൾ ഈ സെക്കൻഡ് ചോയ്സ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. മൊമെന്റ് അക്യൂർഡ് ബൈ ഗൺ ആൻഡ് ഷോട്ട് ഹാവ് സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആവുന്നുള്ളൂ മൊമെന്റം, പക്ഷെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അടുത്തത് എ ഷെൽ ഓഫ് മാസ് 0.020 കിലോഗ്രാം ഈസ് ഫയർഡ് ഫ്രം എ ഗൺ 100 കിലോഗ്രാം. If muzzle speed of shell is 80 meter per second, what is recoil speed of gun? Recoil velocity കാണണം ഗണ്ണിൻ്റെ. അതിൻ്റെ ഫോർമുല നമുക്കറിയാം. recoil velocity കാണാനുള്ളത് v is equal to minus mv by m ആണ്. ഇതിൽ m എന്ന് പറയുന്നത് ബുള്ളറ്റിൻ്റെ മാസ്, v എന്ന് പറയുന്നത് പിന്നെ ബുള്ളറ്റിൻ്റെ വെലോസിറ്റി, m എന്ന് പറയുന്നത് ഗണ്ണിൻ്റെ മാസാണ്. അപ്പോൾ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മാസ് ഓഫ് ഷെല്ല് എത്രയാണ്? 0.02 ആണ്. അത് എഴുതി. ഇൻറ്റു വെലോസിറ്റി ഇവിടെ എത്രയാണ് വന്നിരിക്കുന്നത്? ഷെല്ലിൻ്റെ 80 ആണ് ബുള്ളറ്റിൻ്റെ. അത് ഡിവൈഡഡ് ബൈ ഗണ്ണിൻ്റെ മാസ് 100. അപ്പോൾ അതിൻ്റെ വാല്യൂ കിട്ടുന്നത് 0.016 വെലോസിറ്റിയാണ്. വെലോസിറ്റിയുടെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് സ്കീമാറ്റിക് ഡയഗ്രാം ഓഫ് സർക്കുലാർ മോഷൻ ഓഫ് എ കാർ ഓൺ എ ബാങ്ക്ഡ് റോഡ് ഈസ് ഷോൺ ഇൻ ഫിഗർ. അപ്പോൾ ഒരു ബാങ്ക്ഡ് റോഡിലെ ആ ഫിഗർ തന്നിട്ടുണ്ട്. ഒപ്റ്റിമം സ്പീഡ് ഓൺ എ ബാങ്ക്ഡ് റോഡ് ടു അവോയ്ഡ് വെയർ ആൻഡ് ടെയർ ഓഫ് ടയർസ്. ഒപ്റ്റിമം സ്പീഡ് കാണാനുള്ള ഫോമിൽ നമുക്കറിയാം വി ഇസ് ഈക്വൽ ടു ഏതാണ്? റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റയാണ്. അപ്പോൾ നമ്മളെ ഇവിടെ എന്താണ് ആൻസർ വരുന്നത്? വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ. അടുത്ത നോക്കുക. എ പേഴ്സൺ ഡ്രൈവ്സ് എ കാർ അലോങ് എ സർക്കുലാർ ട്രാക്ക് ഓൺ എ ലെവൽ ഗ്രൗണ്ട്. ഒരു ലെവൽ കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡാണ്. ഡിറൈവ് എക്സ്പ്രഷൻ ഫോർ മാക്സിമം സേഫ് സ്പീഡ് ഓഫ് ദി കാർ. കാർ ഓൺ എ സർക്കുലാർ ലെവൽ റോഡാണ്. അപ്പോൾ നമുക്കറിയാം എം വി സ്ക്വയർ ബൈ ആർ ആണ് എഫ് എസിന് ഈക്വൽ. അതുപോലെ തന്നെ എഫ് എസ് ഇസ് ഈക്വൽ ടു നമുക്കറിയാം മ്യൂ എസ് ഇൻറ്റു ആർ ആണ്. ആറിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? എം ജി എന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു എഫ് എസിന് പകരം മ്യൂ എസ് ഇൻറ്റു ആർ. മ്യൂ എസിന് ആറിന് പകരം നമ്മൾ എന്ത് കൊടുത്തു? എം ജി കൊടുത്തു. അപ്പോൾ നമ്മൾ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? എം വി സ്ക്വയർ ബൈ ആർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആറിന് പകരം എം ജി. എം കട്ട് ചെയ്ത് പോയി. നമുക്ക് കിട്ടുന്നത് വി സ്ക്വയർ ഇസ് ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു ആർ ജി. ഇതിൽ നിന്ന് വി ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് മ്യൂ എസ് ഇൻറ്റു ആർ ജി. അടുത്തത് സ്റ്റേറ്റ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം ആൻഡ് പ്രൂവ് ഇറ്റ് ബേസ്ഡ് ഓൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. അപ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് എന്നറിയാം. ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ആക്ട്സ് ഓൺ ദ സിസ്റ്റം ടോട്ടൽ ലീനിയർ മൊമെന്റം ഈസ് എ കോൺസ്റ്റന്റ്. അതിൻ്റെ ഡെറിവേഷൻ നമുക്കറിയാം. എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഇഫ് എഫ് ഇസ് ഈക്വൽ ടു 0 ഡി പി ബൈ ഡി ടി ഇസ് ഈക്വൽ ടു 0. ഇതിൻ്റെ അർത്ഥം എന്താണ്? പി ഈസ് എ കോൺസ്റ്റന്റ്. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റത്തിന്റെ പ്രൂഫ്. അടുത്ത് നോക്കുക. എക്സ്പ്ലെയിൻ ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. എന്താണ്? ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അതാണ് ഇമ്പൾസ് മൊമെന്റം പ്രിൻസിപ്പിൾ. ഇതിൽ ഇമ്പൾസ് എന്ന് നമുക്കറിയാം ഫോഴ്സ് ഇൻറ്റു ടൈം ആണ്. എഫിന് പകരം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഡി പി ബൈ ഡി ടി. അപ്പോൾ നമ്മൾ ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി ഇൻറ്റു ഡി ടി. ഡി ടി കട്ട് ചെയ്യും. അപ്പോൾ നമുക്കത് കിട്ടി? ഡി പി എന്ന് കിട്ടി.
dp എന്ന് പറഞ്ഞാൽ എന്താണ് ചേഞ്ച് ഇൻ മൊമെന്റം. സോ വി ഗെറ്റ് ഇമ്പൾസ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം. അടുത്ത നോക്കുക, എ സർക്കുലർ ട്രക്ക് ഓഫ് റേഡിയസ് 400 meter is kept with the outer edge raised 4 degree with the horizontal. What do you call this type of construction on tracks? അപ്പോൾ ഒരു കുറച്ച് പുറഭാഗം കുറച്ച് ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പേരാ വിളിക്കുന്നതെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് കോൾഡ് ബാങ്കിങ് ഓഫ് റോഡ്സ്. ഒബ്റ്റെയിൻ എക്സ്പ്രഷൻ ഫോർ മാക്സിമം പെർമിസിബിൾ സ്പീഡ് വിത്തൗട്ട് കൺസിഡറിങ് ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ. ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ കൺസിഡർ ചെയ്തുള്ള മാക്സിമം പെർമിസിബിൾ സ്പീഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്, ഒപ്റ്റിമം സ്പീഡാണ്. വി ഈസ് ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ. ഇവിടെ റേഡിയസ് വന്നിട്ട് 400, അപ്പോൾ ആർ 400, ജിയുടെ വാല്യൂ 9.8, തീറ്റ എത്ര ഡിഗ്രിയാണ് 5 ഡിഗ്രിയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ടാൻ 5 നമുക്ക് വാല്യൂ കിട്ടുന്നത് എത്രയാണ് 18.15 വെലോസിറ്റിയാണ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്ത നോക്കുക, കാൽക്കുലേറ്റ് പെർമിസിബിൾ സ്പീഡ് ഓഫ് കാർ ഇഫ് കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ ഈസ് 0.2. കോഎഫിഷ്യന്റ് ഓഫ് ഫ്രിക്ഷൻ 0.2 ആണെങ്കിൽ എത്രയാണ് സ്പീഡ് എന്നുള്ളത്. അപ്പോൾ ഫോർമുല മാറി നമുക്ക് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂസ് ഡിവൈഡഡ് ബൈ 1 മൈനസ് മ്യൂസ് ടാൻ തീറ്റ. നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ആർ 400, ജിയുടെ വാല്യൂ 9.8, ടാൻ 5 ഡിഗ്രിയാണ്. അപ്പോൾ 5 പ്ലസ് മ്യൂസ് വന്നിട്ട് 0.2 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.2 ഇൻറ്റു ടാൻ 5. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടുന്നത് 34.16 മീറ്റർ പെർ സെക്കൻഡ്.